പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലീഗിലെ ജയന്തി രാജിനോട് കേവലം 930 വോട്ടുകൾക്ക് മാത്രമാണ് കൂത്തുപറമ്പിലെ പ്രവീൺ വിജയിച്ച് കയറുന്നതെങ്കിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയൂ. തളിപ്പറമ്പിലും പയ്യന്നൂരിലും തോറ്റുപോയ, തൃക്കരിപ്പൂരിലും തോറ്റുപോയ CPM എങ്ങനെയാണ് ഈ വീഴ്ചയിൽ നിന്ന് ഇനി കരകയറുക? എവിടെയാണ് ഈ പാർട്ടി അവരുടെ പുനരുജ്ജീവനം നടത്തുക? എവിടെയാണ് അന്വേഷണം? CPM-നേക്കാൾ കൂടുതൽ സീറ്റ് ലീഗ് നേടിയിട്ടുണ്ട്. 100%. അല്ല, CPM-നേക്കാൾ നേടിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക് വരുന്നത്. ഒന്ന് നോക്കണം. LDF-ന്റെ ടോട്ടൽ കണക്ക് 36-നേക്കാൾ കൂടുതൽ ലീഗ് നേടിയിട്ടുണ്ടോ എന്നുള്ള കണക്ക് നോക്കണം. വൈപ്പിലിൽ ടോണി ചെമ്മണി വിജയിച്ചു 15,648 വോട്ടിന്. വൈപ്പിലിൽ 15,648 വോട്ടുകൾക്ക് ടോണി ചെമ്മണി വിജയിച്ചു. മണലൂരിൽ LDF മുന്നിൽ 16 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 600 വോട്ടുകൾക്ക് LDF മുന്നിൽ. മണലൂരിൽ പ്രതാപൻ പിന്നിലാണ്. മണലൂരിൽ വീണ്ടും ഒരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു. പ്രതാപൻ പിന്നിലാണ്. പ്രതാപൻ 660 വോട്ടുകൾക്ക് പിന്നിലാണ്. എന്തുകൊണ്ടാണ് മണലൂരിൽ ഈ കോൺഗ്രസിന്റെ തരംഗം ആഞ്ഞടിക്കാത്തത് എന്നുള്ളതാണ്. ഒരുപക്ഷെ മണലൂരിൽ അത്രമേൽ ശക്തമായ ഇടതുകോട്ടയായിട്ടും അവിടെ രവീന്ദ്രൻ മാഷ് നന്നായി വിയർക്കുന്നുണ്ട്. അവസാന നിമിഷം മണലൂരിൽ 600 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ. തൃക്കാക്കരയിലെ കണക്ക് വന്നിട്ടുണ്ട്. 50,000 വിജയം പ്രഖ്യാപിച്ചു. വിജയം പ്രഖ്യാപിച്ചു. 50,000. ഒരിക്കൽ കൂടി പറയാം, 50,121 വോട്ടുകളുടെ വിജയമാണ്. ഒന്നുകൂടി ഞാനൊന്ന് തൃക്കാക്കരയിലെ റിസൾട്ട് പറഞ്ഞോട്ടെ. തൃക്കാക്കരയിൽ 50,121 വോട്ടുകൾക്ക് മുന്നിലായത് ഉമാ തോമസ്. 2ാം സ്ഥാനത്തുള്ളത് UDF. 3ാം സ്ഥാനത്തുള്ള ആളുടെ പേരാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാർ. പല പേരുണ്ടല്ലേ? അതായത് 3ാം സ്ഥാനം മുതൽ അങ്ങോട്ട് തിരിച്ചാണ് എണ്ണുന്നതെങ്കിൽ പിന്നിൽ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ അഖിൽ മാരാർ. അത് ഡോക്ടർ അരുണോട് പറയാൻ പറഞ്ഞു. അത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഇനി സ്പഷ്ടമായി പറയണോ? ഒരിക്കൽ കൂടി വേണമെങ്കിൽ പറയാം. അഖിൽ മാരാർ പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 6,00,000 വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിലാണ്. തമിഴ്നാട്ടിൽ വീണ്ടും നാടകീയമായ കാര്യങ്ങൾ. TVK കോൺഗ്രസ് സഖ്യം വന്നേക്കുമോ? തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സഖ്യത്തിന് TVK ക്ഷണിച്ചിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിൽ എത്ര കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടി അറിയണം. 106 സീറ്റിലാണ് TVKയുടെ വിജയം. 117 അതെ, ഇനി വേണ്ടത് 11 സീറ്റുകളാണ്. പക്ഷേ 106 സീറ്റുകൾ മാത്രമുള്ള TVKക്ക് എത്ര സീറ്റുകൾ കൊടുക്കും കോൺഗ്രസ്? എത്ര സീറ്റ് നേടിയിട്ടുണ്ട് കോൺഗ്രസ്? DMK സഖ്യത്തിന് ആകെയുള്ളത് 67 സീറ്റുകൾ. 2ാം സ്ഥാനത്ത് 67.